ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി എന്നിങ്ങനെ 2 ദിവസങ്ങളിലായി വിവിധ ഭാഷകളായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. മഹേഷ് നാരായണ തിരക്കഥ സംവിധാനം ചെയ്യുന്ന പേർട്ടിയേറ്റി എന്ന സിനിമ മെയ് 1 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് രാത്രിയോടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 3,80,00,000 രൂപ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 9.5 കോടി പിന്നിട്ട് 10 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കന്നഡ പാൻ ഇന്ത്യൻ സിനിമയെ KD ദി ഡെവിൾ നാളെ ഏപ്രിൽ 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുകയാണ്. പ്രേം തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ധ്രുവ സർജ, സുദീപ, സഞ്ജയ് ദത്ത്, ശില്പ ഷെട്ടി, രവിചന്ദ്രൻ, രമേശ് അരവിന്ദ്, ജിഷു സെൻഗുപ്ത, ഭീഷ്മ നാനയ്യ, നോന ഫത്തേഹി എന്നിങ്ങനെ നല്ലൊരു താരനിര അണിനിരന്നിട്ടുണ്ട്. സിനിമയുടെ ഫൈനൽ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 2,40,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ധനുഷ് നായകനായി അഭിനയിക്കുന്ന കര എന്ന തമിഴ് സിനിമ നാളെ ഏപ്രിൽ 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുകയാണ്. വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മമിത ബൈജു, KS രവികുമാർ, ജയറാം, സുരാജ് വെഞ്ഞാറമൂട്, കരുണാസ്, പൃഥ്വിരാജൻ, ശ്രീജ രവി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സംവിധായകനായ വിഘ്നേഷ് രാജ, ആൽഫ്രഡ് പ്രകാശ് എന്നിങ്ങനെ 2 പേരാണ്. തേനി ഈശ്വർ ഛായാഗ്രഹണവും ശ്രീജിത്ത് സാരംഗ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് GV പ്രകാശ് കുമാറാണ്. സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 2,80,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 4,20,00,000 റേഞ്ചിലുമാണ്. വാഴ 2 തിയേറ്ററിലെത്തിയിട്ട് 4ാമത്തെ ബുധനാഴ്ച കൂടിയ 28 ദിവസമാണ് പിന്നിടുന്നത്. 27ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 80,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 27 ദിവസം കൊണ്ട് 125,40,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിൽ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസത്തെ തെലുങ്ക് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. തെലുങ്ക് പതിപ്പിൽ നിന്ന് ആദ്യ 5 ദിവസം കൊണ്ട് 4,33,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 3.5 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ 2,12,00,000 രൂപ ഷെയറായും നേടിയെടുത്തിട്ടുണ്ട്. ഇനി 28ാം ദിവസം എന്ന ബുധനാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 75 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 28 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 126,15,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 28 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 231 കോടി റേഞ്ചിലാണ്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 19 ദിവസം കൊണ്ട് കേരളത്തിൽ 23,26,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 20ാം ദിവസവും 3ാമത്തെ ബുധനാഴ്ചയും കൂടിയ ഇന്ന് ഈ സിനിമ കേരളത്തിൽ 70 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 20 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 24 കോടി റേഞ്ചിലേക്കാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 38 കോടി റേഞ്ചിലാണ്. ഏപ്രിൽ 15 വിഷു റിലീസായ തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 2,33,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 3,06,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കേരള ഷെയറായി 1,06,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 1,39,00,000 രൂപയുമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. വിഷു റിലീസായി ഏപ്രിൽ 15 തിയേറ്ററിലെത്തിയ 2ാമത്തെ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമയും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ചിത്രം 14ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 17,15,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ 12,83,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 18,70,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന മിഖായൽ എന്ന അമേരിക്കൻ സിനിമ ഏപ്രിൽ 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമയുടെ പ്രീമിയർ ഷോ ഉൾപ്പെടെയുള്ള 5 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,49,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 26,50,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി $227 മില്യൺ, ഏകദേശം 2,250 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് $200 മില്യൺ ആണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.